പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ്, ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവന്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച നടക്കുന്നത് ആസ്ക റിട്ടയർ ചെയ്തു എന്നുള്ള തലത്തിലാണ്. കാരണം ആസ്ക വേഴ്സസ് ഇയോസ്കൈ തമ്മിലുള്ള മത്സരത്തിൽ ഇയോസ്കൈ ആസ്കയെ പരാജയപ്പെടുത്തിയതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള മുഹൂർത്തങ്ങൾ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ആസ്കയും ഇയോസ്കയും ഹഗ് ചെയ്യുന്നതും ആസ്കയും ഇയോസ്കയും ആ കൈ ഉയർത്തിപ്പിടിക്കുന്ന ആ ഒരു ഭാഗവും ആസ്ക കരയുന്നതുമായിട്ടുള്ള ഒരു മൊമെൻറ്റ്സ്, പിന്നീട് പുറത്തേക്ക് വന്ന ചില സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഏകദേശം ആസ്കയുടെ WWE കരിയറിന് അവസാനമായിരിക്കുന്നു, വിരാമമായിരിക്കുന്നു എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ കുറേയധികം ജാപ്പനീസ് റെസ്ലേഴ്സ്, അതുപോലെ തന്നെ വുമൻസ് ഡിവിഷനിലെ റെസ്ലേഴ്സൊക്കെ ആസ്കയുടെ പോസ്റ്റർ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പ്രത്യേക പങ്കുവെക്കുന്നുണ്ട്. കൂടാതെ ആസ്ക, ഇയോസ്കൈ തുടങ്ങിയവരൊക്കെ ഗ്രേറ്റസ്റ്റ് റെസ്ലേഴ്സ് ആണെന്ന് പറയുന്നുണ്ട്. ആസ്കയുടെ മത്സരങ്ങൾ ഇതിനു മുൻപൊക്കെ ഇയോസ്കയുടെ മത്സരങ്ങളും ഇതിനു മുൻപൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊന്നും അങ്ങനെ ആരും പങ്കുവെക്കാറില്ല. അപ്പോൾ ആസ്കയും ഇയോസ്കയും ആ മത്സരശേഷം കെട്ടിപ്പിടിച്ചതും ആസ്ക കരഞ്ഞതുമെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ആസ്ക റിട്ടയർ ചെയ്തു എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡെയ്ൻ മെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. ആസ്ക സെമി റിട്ടയർ ചെയ്ത് മാറി നിൽക്കുന്നു എന്നുള്ള തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. സെമി റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നു എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഒരു അവസാന മത്സരമായിരിക്കും ആസ്ക ഇന്ന് കളിച്ചത് എന്നുള്ളതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. എന്തായാലും ആസ്ക വുമൻസ് ഡിവിഷനിലെ എന്നല്ല, പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച റെസ്ലർമാരിൽ ഒരാളാണ്. പകരം വയ്ക്കാൻ സാധിക്കാത്ത ഒരു മികച്ച റെസ്ലറാണെന്ന് പറയേണ്ടി വരും. അമേരിക്കയ്ക്ക് പുറത്ത് എവിടെയും എപ്പോഴും നമുക്കൊരു വുമൻസ് ഡിവിഷനിലെ ഒരു ടോപ്പ് സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു പേരെടുത്ത് പറഞ്ഞാൽ അതിലെ ഒരു മുൻപന്തിയിൽ തന്നെ ആസ്കയുടെ പേര് ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ നിസ്സംശയം ആർക്കും തർക്കമില്ലാത്ത, ഒരാളും മോശമെന്ന് വിളിക്കാത്ത അപൂർവം ചില റെസ്ലേഴ്സിൽ ഒരാളാണ് ആസ്ക. അപ്പോൾ ആസ്കയുടെ കരിയറിലെ അവസാന മത്സരമായിരിക്കാം ഇത് നടന്നത് എന്നുള്ള തലത്തിലേക്കാണ് വാർത്തകൾ പ്രത്യേകം വന്നിട്ടുള്ളത്. ആസ്ക എന്ന റെസ്ലറിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഡെൻ ഹാൻസൺ എന്ന് പറയുന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. ബാക്ക്ലാഷ് 2026 ഏറ്റവും സർപ്രൈസ് നിറഞ്ഞത്, എല്ലാവരും വളരെ ആവേശത്തോടു കൂടി കാത്തിരുന്നത് ഡെൻ ഹാൻസൻ്റെ ഒരു മിസ്റ്ററി ടാഗ് ടീം പാർട്ട്ണർ ആരായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. കുറേയധികം പേരുകൾ പ്രത്യേകം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആക്റ്റീവായിട്ടുള്ള യുവതാരങ്ങളും ഇപ്പോൾ ആക്റ്റീവ് അല്ലാതെ കുറച്ച് നാളുകളായിട്ട് മാറി നിൽക്കുന്ന കുറേയധികം റെസ്ലേഴ്സിൻ്റെ പേരൊക്കെ ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഡെൻ ഹാൻസൺ റെസ്ൽമേനിയ 42 കൊണ്ടുവന്ന മിനിൻ ഹാൻസൺ എന്ന് പറയുന്ന ആ കുട്ടി കഥാപാത്രങ്ങൾ, അതിലെ ഒരു റെസ്ലറിനെയാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ടാഗ് ടീം പാർട്ട്ണറാക്കി കൊണ്ടുവന്നത്. ഡെൻ ഹാൻസൻ്റെ ആ കഥാപാത്രത്തിൻ്റെ സ്റ്റോറി അനുസരിച്ചുള്ള ഒരു ടാഗ് ടീം പാർട്ട്ണർ ആണെന്ന് തന്നെ പറയേണ്ടി വരും. മത്സരം വളരെ എൻ്റർടൈനിങ് ആയിരുന്നു, വളരെ ഫണ്ണായിരുന്നു. ഈ ബാക്ക്ലാഷ് 2026 ഈ ടാഗ് ടീം മത്സരത്തിൽ ഡെൻ ഹാൻസൺ വിജയിച്ചതിന് ശേഷം ബാക്ക്ലാഷ് റീക്യാപ്പ് എന്ന് പറയുന്ന ഷോയിൽ കുറച്ച് അഭിപ്രായങ്ങൾ ഡെൻ ഹാൻസൺ പങ്കുവെക്കുകയുണ്ടായി. അതായത് WWE ഡെൻ ഹാൻസൻ്റെ ഈ ഒരു എൻ്റർടൈനിങ് ക്യാരക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ചില ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് ഇങ്ങനെയായിരുന്നു: 4 മാസത്തിനുള്ളിൽ ഈ കഥാപാത്രം നശിപ്പിക്കപ്പെടും, ആളുകൾക്ക് വലിയ വിലയൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു മൂലയ്ക്ക് ഈ ഒരു കഥാപാത്രം മാറും എന്നുള്ളത്. അപ്പോൾ ഡെൻ ഹാൻസൺ പറയുന്നത് താൻ 8 വർഷമായിട്ട് ഈ കഥാപാത്രങ്ങൾ വ്യത്യസ്ത കമ്പനികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അവിടെയെല്ലാം താൻ താഴ്ന്ന നിലയിലാണ് തുടങ്ങിയിട്ടുള്ളത്, പിന്നെയാണ് കയറി വന്നത്. ഇവിടെയും താൻ താഴ്ന്ന നിലയിൽ തന്നെയാണ് തുടങ്ങിയത്. ഒറ്റയടിക്ക് വന്ന് വലിയ സ്റ്റോറി ലൈനൊന്നും താൻ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ വരുന്നു, ചെറിയ സ്റ്റോറികളിലൂടെ പിന്നീട് ഓരോ പടി കയറിയാണ് താൻ ഇപ്പോഴത്തെ സ്റ്റേജിലേക്ക് എത്തിയത്. തനിക്ക് മുന്നിൽ ഇനിയും സ്റ്റേജുകൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ തളർത്താൻ ആർക്കും സാധിക്കില്ല. താൻ താഴെ തട്ടിൽ നിന്ന് കയറി വന്ന ഒരു സാധാരണ റെസ്ലറാണ്, ആ കഥാപാത്രമാണ് തൻ്റേത് എന്നുള്ളതാണ് ഡെൻ ഹാൻസൺ പങ്കുവെക്കുന്നത്. അപ്പോൾ വിമർശനങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഡെൻ ഹാൻസൺ കൊടുക്കുന്നുണ്ട്. ഡെൻ ഹാൻസൻ്റെ കഥാപാത്രം ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ എലിമിനേഷൻ ചേംബറിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എലിമിനേഷൻ ചേംബറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടപ്പോൾ ഇത് ആര് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി, ചോദ്യം, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ കഥാപാത്രത്തെ വെച്ചിട്ട് WWE എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യമൊക്കെ നമുക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഈ ഡെൻ ഹാൻസൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഫണ്ണായിട്ടുള്ള കുറേയധികം മൊമെൻറ്റ്സ് അദ്ദേഹം ഇപ്പോൾ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. അത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ വ്യൂസ് WWE സമ്മാനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡെൻ ഹാൻസനുള്ള പ്രാധാന്യം ഒട്ടും മെയിൻ റോസ്റ്ററിൽ കുറയാൻ പോകുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. കൂടാതെ ഡെൻ ഹാൻസൻ്റെ മെർച്ചൻഡൈസും നല്ല രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആരാധകർക്കിടയിൽ സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണെങ്കിലും ഡെൻ ഹാൻസൺ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഡെൻ ഹാൻസൺ പറഞ്ഞതുപോലെ
വർഷങ്ങളുടെ കഠിനാധ്വാനം ഈ കഥാപാത്രത്തിന് പിറകിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒറ്റയടിക്ക് തകർക്കപ്പെടും എന്നുള്ള രീതിയിലേക്ക് ആരും ചിന്തിക്കരുത് എന്നുള്ളത് അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും നിങ്ങൾക്കും ഡോൺ ഹാൻസൻ്റെ കഥാപാത്രവും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സ്റ്റോറിയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെയും അവസാനത്തുമായിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ബാക്ക്ലാഷ് 2026 മെയിൻ ഇവൻറ്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസ് അദ്ദേഹത്തിൻ്റെ കസിൻ കൂടിയായ ജേക്കബ് ഫാറ്റുവിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. മത്സരത്തിൽ ജേക്കബ് ഫാറ്റുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് റോമൻ റെയിൻസിന് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ സാധിച്ചു. അതിനുശേഷമുള്ള ക്രൂരമായ ജേക്കബ് ഫാറ്റുവിൻ്റെ ആക്രമണമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ജേക്കബ് ഫാറ്റുവും റോമൻ റെയിൻസും തമ്മിലുള്ള സ്റ്റോറി മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെ ക്ലാഷ് ഇൻ ഇറ്റലി എന്ന അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റിൽ ഇവർക്കിടയിൽ ഒരു മത്സരം കൂടി വരാനുള്ള ഒരു സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ മെയ് മാസത്തിലെ ഇനി ബാക്കിയുള്ള എല്ലാ റോ എപ്പിസോഡുകളിലും വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനും സൂപ്പർ താരവുമായ റോമൻ റെയിൻസ് വരുന്നുണ്ട് എന്നുള്ളത് ഔദ്യോഗികമായി കൺഫേം ചെയ്തതുകൊണ്ട് തന്നെ റോമൻ റെയിൻസിൻ്റെ സ്റ്റോറി ഒരു ഗ്യാപ്പ് ഇടാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ടേക്ക് പോകുമെന്നുള്ള ഒരു പ്രതീക്ഷയും നൽകുന്നുണ്ട്. അപ്പോൾ കൃത്യമായി അടുത്തത് ആര് ഈ സ്റ്റോറി തന്നെ മുന്നോട്ടേക്ക് പോകും എന്നൊക്കെ അവർ കൃത്യമായി പറയുന്നത് കൊണ്ട് തന്നെ ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് റോമൻ റെയിൻസിൻ്റെ തിരിച്ചടി ജേക്കബ് ഫാറ്റുവിന് നേർക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ ആരാധകരെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് തന്നെയാണ് റോമൻ ബാക്ക്ലാഷ് 2026 ശേഷം പങ്കുവെക്കുന്നത്. അതായത് ഈ ക്രൂരമായിട്ടുള്ള ഒരു ആക്രമണം റോമന് എതിരെ ഉണ്ടായതിനു ശേഷം ആദ്യം ഒരു പ്രതികരണം പങ്കുവെക്കുന്നത് ജേക്കബ് ഫാറ്റു ആയിരുന്നു. ജേക്കബ് ഫാറ്റു പറയുന്നത് താൻ മുൻപേ പറഞ്ഞതല്ലേ തന്നെ പ്രകോപിപ്പിക്കരുത് എന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഇതായിരിക്കും തന്നെ പ്രകോപിപ്പിച്ചാൽ ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത്. റോമൻ റെയിൻസിനെ താൻ തുടച്ചു നീക്കും എന്നുള്ളതാണ് ജേക്കബ് ഫാറ്റു പറയുന്നത്. ഇതിന് റോമൻ റെയിൻസിൻ്റെതായിട്ടുള്ള ഒരു മറുപടി ഈ ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റ് കഴിയുന്നതിന് ശേഷമുള്ള പോസ്റ്റ് ഷോയിൽ അദ്ദേഹം കൊടുക്കുന്നത്. ഈ ആക്രമണത്തിന് ശേഷം അദ്ദേഹം നടന്നു വരുന്ന ഒരു സമയത്ത് അദ്ദേഹത്തോട് ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുമ്പോൾ റോമൻ റെയിൻസ് കൊടുക്കുന്നത് ഇതുകൊണ്ടൊക്കെയാണ് ജേക്കബ് ഫാറ്റുവിനെ കമ്പനിയിലേക്ക് കൊണ്ടുവരാതെ ഞാൻ തടഞ്ഞിട്ടത് എന്നാണ്. അതായത് ആ ഒരു താരത്തിൻ്റെ സ്വഭാവം ഇങ്ങനെയാണ്. ഒരു കാര്യം നിങ്ങൾ അടിവരയിട്ടോളും, ഇത് ജേക്കബ് ഫാറ്റുവിൻ്റെ അവസാന മത്സരമോ അല്ലെങ്കിൽ അവസാന ദിവസമോ ആയിരിക്കും. ഇനി ജേക്കബ് ഫാറ്റുവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. അവനെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് താൻ കടക്കാൻ പോകുകയാണ് എന്നുള്ളത്. അത് ജേക്കബ് ഫാറ്റുവിനുള്ള വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു മുന്നറിയിപ്പ് തന്നെയാണ്. റോമൻ റെയിൻസ് രണ്ടും കൽപ്പിച്ചുകൊണ്ട് ജേക്കബ് ഫാറ്റുവിനെ എതിരെ ഇറങ്ങാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെ റോമൻ റെയിൻസ് തൻ്റെ കസിനാണ് ആ ഒരു രീതിയിൽ മാത്രമാണ് എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇതൊരു പൂർണ്ണ ശത്രുതയുള്ള ഒരു യുദ്ധത്തിലേക്ക്, ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് തന്നെയാണ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ ഊസസും കൂടി ഇൻവോൾവ് ആകുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു കഥ ഇനി ഈ ഒരു പോരാട്ടത്തിന് ക്ലാഷ് ഇൻ ഇറ്റലി എന്ന് പറയുന്ന ഇവൻറ്റിൽ കിട്ടുമെന്ന് ഉറപ്പാണ്. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡ്സാണ് റോയുടെ ഇവരുടെ സ്റ്റോറി ലൈൻ്റെ ഭാഗത്ത് നിന്ന് ഇനി വരാൻ പോകുന്നത്. ഒട്ടും മിസ്സാക്കരുത് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിനെ സംബന്ധിച്ചും നമ്മുടെ വീഡിയോയെ സംബന്ധിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.